നമ്മളെ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഗോൾഡിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയൊരു പച്ചക്കറിയാണ് ഈ മത്തങ്ങ. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് പയർ, ഇത് രണ്ടും കൂടെ ഉള്ളൊരു കറിയാണ്. മറ്റൊന്നുമല്ല, അത് എരിശ്ശേരി. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് തുടങ്ങിയ. പിന്നെ ഇത് നമ്മൾ ജീരകവും പച്ചമുളകും കൂടെ ചേർത്ത് നാളികേരം അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കണം. മുറിച്ച് കഷ്ണങ്ങളാക്കിയതാണിത് കാണുന്നത്. ഇനി ഇത് പാചകം ചെയ്യാനായിട്ട് നമുക്ക് അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചു. അതായത് ആദ്യം കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് സ്റ്റൗ ഓൺ ചെയ്ത് ഇവിടെ വെള്ളം വറ്റണ ആ സമയത്ത് നമുക്ക് പുറത്ത് നമ്മൾ മത്തങ്ങ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ടുണ്ടല്ലോ, ഈ കഷ്ണങ്ങൾ പയറിലേക്ക് ഇട്ടിട്ട് അതൊന്നുകൂടെ നമുക്ക് കുക്കറിൽ വെക്കണം. പയർ ഓൾറെഡി വേവിച്ചതാണ്. മത്തങ്ങ പെട്ടെന്ന് വേകണത് കൊണ്ട് അത് വേവിച്ചിട്ടാണ് മത്തങ്ങ ഇടുന്നത്. 2 പച്ചമുളക് ഇട്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അതിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം. അത് നമുക്കിപ്പുറത്ത് കുക്കറിലോട്ട് വയ്ക്കാം. കുക്കർ സ്റ്റീമായി കിടക്കുകയായിരുന്നു. അതിലേക്ക് നമ്മൾ വെച്ചു. ഇതിനകത്ത് അടപ്പ് അടയ്ക്കണതിന് മുന്നായിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്താണ് നമ്മളത് കുക്കറിൽ അടച്ച് വെച്ചൊന്ന് 3-4 വിസിൽ കൊടുക്കാൻ പോകുന്നു. അപ്പോഴത്തേക്ക് ഏകദേശം മത്തങ്ങ വെന്തിരിക്കും. സ്റ്റീം വന്നുകൊണ്ട് ഇനി നമുക്ക് വെയിറ്റ് ഇടാം. അതവിടെ ഇരുന്ന് വേകണം. നേരത്തെ നമുക്ക് ഇപ്പുറത്ത് അതിനാവശ്യമായിട്ടുള്ള കടുകൊക്കെ പൊട്ടിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയും ഏകദേശം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം കടുകാണ് ഇടേണ്ടത്. കടുക് പോരെ, കുറച്ച് കടുക് കൂടെ ഇടണം. ഇട്ട് കൊടുത്ത് ഏകദേശം കടുകൊക്കെ പൊട്ടി. ഇനി അതിലേക്ക് നമുക്ക് വറ്റൽമുളക്, മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് എടുത്തിടാം. പിന്നെ കറിവേപ്പില ഇടാം. ഏകദേശം ഇതൊക്കെ മൂത്തിട്ടുണ്ട്. മൂക്കുമ്പോൾ നമുക്കവിടെ ചെറിയ ഉള്ളിയും സവോളയും കൂടെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ നാളികേരപ്പീര എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കർ വിസിലടിക്കുന്നുണ്ട്. അത് ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഇതിലേക്ക് നാളികേരപ്പീര ഇടാം. രണ്ടും കൂടെ ഉള്ള ഇത് ശരിയാവാനാണ് നമ്മളത് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണത്. അതല്ലെങ്കിൽ നാളികേരപ്പീര പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നാലേ നമ്മുടെ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. അസലായിട്ട് നല്ല ചുവന്ന കളറിൽ ആവോളം നമ്മൾ വറുക്കണം. ഇപ്പോൾ ഏകദേശം ചുവന്ന കളറായി. നമുക്കതൊരു ചെറിയ ബൗളിലോട്ട് മാറ്റാം. വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരപ്പീരയും കടുകും ഉള്ളിയും വേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ നമ്മുടെ മത്തങ്ങ ഇപ്പുറത്ത് വെന്തിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മത്തങ്ങയും
പയറും പച്ചമുളകും എല്ലാം കൂടെ നമ്മളിട്ട മസാലപ്പൊടികളും എല്ലാം കൂടെ നന്നായി വെന്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് പകർന്നു കൊടുക്കാം. ഇനി നമ്മൾ ഈ പയറും മത്തങ്ങയും രണ്ടും കൂടെ ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഏകദേശം നന്നായി അത് യോജിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ തിള വന്നപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നല്ലോ പച്ചമുളകും ജീരകവും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഈ നാളികേര പീര അത് ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അരപ്പ് നല്ല മണം വരണുണ്ട്. ഇപ്പം എരിശ്ശേരിയുടെ നല്ല വാസന. ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ഒരു ചെറിയ തിള വന്ന് ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട. നമ്മൾ ആ നേരത്തെ വറുത്ത് വെച്ച നാളികേരപ്പീരയും എല്ലാം കൂടി ഇതിലേക്ക് നമുക്കിങ്ങനെ വിതറാം. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണിത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എല്ലാം കൂടെ. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നാരങ്ങ അച്ചാറൊക്കെ ചേർത്ത് പപ്പടവും നെയ്യും ഒക്കെ ചേർത്ത് കഴിക്കാൻ വളരെയധികം സ്വാദുള്ളൊരു കറിയാണ്. നമ്മുടെ പണ്ടേ തൊട്ട് നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർ അമ്മൂമ്മമാർ തുടങ്ങി വെക്കണ ഒരു കറി തന്നെ. ഇപ്പോഴും നമ്മളതും പിന്തുടർന്ന് പോകണം.